സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ഓക്കെ, കഴിഞ്ഞ ദിവസം ഇവിടെ കുറെ തിരക്കായി പോയി. ക്ലാസ് എടുക്കണമെന്ന് തന്നെയായിരുന്നു ഇന്നലെ. പക്ഷെ എടുക്കാനായിട്ട് പറ്റിയില്ല. So, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ നോക്കിയായിരുന്നു എല്ലാവരും? കഴിഞ്ഞ ദിവസം പറഞ്ഞ വരെയുള്ള കാര്യങ്ങൾ ഓക്കെ. ഒരു ക്യുക്ക് റിവിഷൻ. ജി എഫ് ഒരു സിംഗിൾ ഫണ്ട് ആണോ, ഒരു ഫണ്ട് അഗ്രിഗേറ്റർ ആണോ? ജി എഫ് ഒരു സിംഗിൾ ഫണ്ട് ആണോ, ഫണ്ട് അഗ്രിഗേറ്റർ ആണോ? കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചിട്ട് ഫണ്ട് ഫെസിലിറ്റേറ്റർ ആണോ, ഫണ്ട് അഗ്രിഗേറ്റർ മീൻസ് അഗ്രിഗേറ്റർ. അഗ്രിഗേറ്റിനെക്കാളും കുറച്ച് നല്ല വാക്ക് ഫണ്ട് ഫെസിലിറ്റേറ്റർ ആണ്. ഫണ്ട് കളക്ട് ചെയ്യുന്നു, പല സ്ഥലത്തായിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണ്. ജി എഫ് എന്നാ ലോഞ്ച് ചെയ്തത്? 1992. ജി എഫ് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. കൺവെൻഷൻസ് ആരെയൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. എത്ര കൺവെൻഷൻ ഉണ്ട് ജി എഫ് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്? 3 ഉള്ളോ? ആ, ആണോ? 5. ഓർമ്മയുണ്ടോ? ഈ 5 കൺവെൻഷനെയാണ് ജി എഫ് ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത്. സി ബി ഡി, സി സി ഡി, എഫ് സി സി സി, മിനമാല കൺവെൻഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷനും പി ഒ പി. ഈ 5 പേരെ ജി എഫ് ഡയറക്റ്റ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്ട്ലി വേറെ കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജി എഫിനകത്ത് ഏതൊക്കെ ഫണ്ട് ഉണ്ടെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. 4 ഫണ്ടാണ്. ഓക്കെ, നിങ്ങൾ അതായിരിക്കും 4 പറഞ്ഞത്. ജി എഫിനകത്ത് ഏതൊക്കെ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഫാമിലി ഓഫ് ഫണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതാണ് 4 പറഞ്ഞത് അല്ലേ? ട്രസ്റ്റ് ഫണ്ട്, ജി ബി എഫ് എഫ്, എൽ ഡി സി എഫ്, എസ് സി എഫ്, നഗോയ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റേഷൻ ഫണ്ട്, സി ബി ഐ ടി, ഇങ്ങനത്തെ 4 ഫണ്ട് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അത്രയും ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ചോദിക്കത്തില്ല. ബാക്കി ഹിസ്റ്ററി ഓക്കെ അല്ലേ? 1970 തൊട്ട് 1992 വരെയുള്ള ആ ഒരു കൺവെൻഷൻ ഓക്കെ അല്ലേ എന്താന്നുള്ളത്? ശരി, പിന്നെ നമുക്ക് ബാക്കിയിൽ പോവാം. തീർക്കാനായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു ഉള്ളതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂള്. ബാക്കി വേഗം വേഗം തീർക്കാനായിട്ട് കഴിയും. ഒരു 2-3 ക്ലാസ് വെച്ച് തീർക്കാൻ നമുക്ക് കഴിയും. പിന്നെ ചെയ്യുന്ന സമയം എടുക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് എത്രത്തോളം തീർക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. കാരണം മെയ് 5 തൊട്ട് എനിക്ക് അടുത്ത ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ടൂർ തുടങ്ങുവാണ്. മെയ് 5 തൊട്ട് മെയ് 25 വരെ 21 ദിവസത്തെ ഒരു ടൂർ പ്രോഗ്രാം തുടങ്ങുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടാവും, ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ സമയം കിട്ടുന്നത് പോലെ ഞാൻ എടുക്കാം. ഞാനും വിതിൻ സാറും എടുക്കാം. ചിലപ്പോൾ ഈ ഒരു ഫിലിംസ് ഫോക്കസ് ആയിട്ട് ഞാൻ മൊഡ്യൂൾ വൈസ് തീർക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ലൈക്ക് എൻവയോൺമെന്റൽ ലോസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആയിട്ട്, അങ്ങനെയുള്ള കുറേ ആക്റ്റുകളുണ്ടല്ലോ. ആ ആക്റ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഒറ്റ ക്ലാസ് ആയിട്ട് 1, 2, 3 ക്ലാസ്സുകളായിട്ട് ആക്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫോക്കസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർക്കാനായി പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പോകും. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഫിലിംസിൽ ഇങ്ങനെ പോട്ടെ എന്ന രീതിയിലാണ്. മെയിൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻസ് എടുക്കാം. അപ്പോൾ ഈ വർഷം തന്നെ എല്ലാവരും ക്ലിയർ ആയി പോട്ടെ. അപ്പോൾ ഈ വർഷം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ക്ലാസ് ഒന്ന് ചുരുക്കാം. ഓക്കെ, പറ്റാവുന്ന രീതിയിൽ മാക്സിമം എടുത്ത് തീർക്കാം. പറ്റാത്ത ക്ലാസ്സിൽ അങ്ങനെ ചുരുക്കി എടുത്ത് തീർക്കാം. ഓക്കെ, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം. എല്ലാത്തിനും കൂടി ടൈം കിട്ടുന്നില്ല. പലപ്പോഴും വിചാരിക്കാത്ത പല എൻഗേജ്മെന്റ്സ് ഇവിടെ വരും. ക്ലാസ് മാത്രമായിട്ട് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പലരും എല്ലാ ദിവസവും പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടി വരും. സ്പോർട്സ്, ആർട്സ്, അങ്ങനെയുള്ള ഓരോ ഇവന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒഴിയാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ വരും. അപ്പോൾ പറ്റുന്നത് പോലെ ഞാൻ തീർക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരുവിധം ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരുവിധം എൻവയോൺമെന്റ് ഒരു പ്രാവശ്യം കഴിഞ്ഞ ആൾക്കാരല്ലേ? ഓക്കെ, ഓക്കെ വർഷ, ശരി. ഫീവർ കുറവുണ്ട്, കുഴപ്പമില്ല. ഒരാഴ്ച ഫീവർ ആയിപ്പോയി.
PYQs ഏത് PYQs മൊത്തത്തിലുള്ള PYQs എനിക്ക് എടുത്ത് തീർക്കാനായിട്ട് പറ്റില്ലായിരിക്കും. ആം, കാരണം നമ്മൾ PYQs യൂഷ്വലി ചെയ്യുന്നത് ഒരു 2011 തൊട്ട് 2023 ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അപ്പം എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5 years ക്വസ്റ്റ്യൻ പേപ്പർ 17, 18, 19, 20 അല്ലെങ്കിൽ 19, 20, 21, 22, 23 ഇങ്ങനെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോ മറ്റോ ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, പറ്റുന്ന പോലെ ചെയ്യാം. ഞാൻ ഒന്നും പ്രോമിസ് തരുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക. കാര്യം ഇവിടുത്തെ ടൈമിനൊക്കെ ഒത്തിരി കൺസ്ട്രെയിൻ ഉണ്ട്. പിന്നെ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ആ പോർഷൻസ് എനിക്ക് മാക്സിമം കോംപ്രിഹെൻസീവ് ആയിട്ട് എടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോർഷനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത ആൾക്കാർക്ക് ആ കാര്യങ്ങളുടെ മേലിൽ കുറച്ചുകൂടിയൊക്കെ ക്ലാരിറ്റി വരുത്തിട്ടാണ് ഇപ്പോഴും കൂടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വർഷം ചെയ്യുന്ന ആൾക്കാരല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ഇത് ഒരു പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് അതങ്ങ് സിമെന്റഡ് ആവണം. അല്ലാണ്ട് പിന്നെ ഇതിന്റെ മേലിൽ ഇനി അടുത്ത റിസർച്ചിന് വേണ്ടി പോകേണ്ട ആവശ്യം വരരുത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മാക്സിമം ഡീപ്പായിട്ട് എടുത്തു പോകുന്നത്. അപ്പോൾ യെസ്, ഞാൻ മാക്സിമം കോംപ്രിഹെൻസ് ആയിട്ട് തന്നെ എടുക്കാം. എടുക്കുന്ന പോർഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് എടുത്ത് പോവാം. അപ്പോൾ ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. യൂഷ്വലി എൻവയോൺമെന്റ് പഠിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് കൺവെൻഷൻ പ്രോട്ടോകോളൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ വായിച്ചു. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് വായിക്കുമ്പോൾ ഞാനും കുറേ കാര്യങ്ങൾ പുതുതായിട്ട് വായിക്കുന്നതാണ്. പുതുതായിട്ട് വായിക്കുമ്പോഴത്തേക്ക് മുമ്പ് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ കുറേ കൂടി ഇതിപ്പോൾ കുറച്ചുകൂടി വലിയ ഓഡിയൻസ് കാണുന്നതാണ്. ഇപ്പോൾ മലയാളം അറിയുന്ന ആൾക്കാരൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് എനിക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ഇതിൽ റെക്കോർഡിംഗ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഡോക്യുമെന്റ്സ് ഒന്നും വായിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സൈഡിൽ പഠിച്ചു പൊക്കോളൂ. ഇതിനകത്ത് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഒരു ആഡ് ഓൺ ആയിട്ട് എടുത്താൽ മതി. എന്തായാലും ഹിസ്റ്ററി, ഏൻഷ്യന്റും മിഡീവലും ആർട്സ് ആൻഡ് കൾച്ചറും പരീക്ഷയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ട് നോക്കാം. ഓക്കെ, എന്തായാലും 2 ആഴ്ച കൂടി ഉണ്ട്. ഇന്നിപ്പോൾ എത്ര 22 ഓക്കെ, മെയ് 4 വരെ നമുക്ക് ടൈം ഉണ്ട്. അപ്പം മെയ് 4 വരെ മാക്സിമം എടുത്തെടുക്കാൻ പറ്റുന്ന പോർഷൻസ് നമുക്ക് എടുത്തെടുത്ത് പോവാം. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ബാക്കി കൺവെൻഷൻസിന്റെ ബാക്കിയാണ്. 1992 എർത്ത് സമ്മിറ്റിന് ശേഷം ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പൊ അവിടെ ബാക്കി നടന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറേ വേർഡ്സുകൾ എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. ലൈക്ക് കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് എനിക്ക് വളരെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു വേർഡ് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ COP എന്ന് പറയുന്ന ഒരു വേർഡ് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും മുമ്പ് കേട്ടിട്ടുള്ളതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി കൂട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ ഒരു ½ ഇതായിരിക്കും പറയുന്നത്. ½ ഒന്നും വരില്ല, 15 minutes കൊണ്ട് ഞാൻ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട പ്രീടെക്സ്റ്റുകൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ലോസ് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് ആക്സസിബിൾ ആണ്. എസ്പെഷ്യലി UNFCCC പോലുള്ള വെബ്സൈറ്റ്സിൽ ഈ ഇന്റർനാഷണൽ ലോസിന്റെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. ഐ മീൻ അതിനകത്ത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ് വായിച്ചിട്ട് എൻവയോൺമെന്റിൽ ഈ ഒരു പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ വേണമെന്നുള്ള ആൾക്കാർ മാത്രം വായിച്ചാൽ മതി ഈ പോർഷൻസ്. ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഷോർട്ട് നോട്ടിലേക്ക് എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന കൺവെൻഷൻ പ്രോട്ടോകോൾ പോലുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെന്റിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മൊത്തത്തിലും ആപ്ലിക്കബിൾ ആണ്, ബട്ട് സ്റ്റിൽ റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആണ് ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഒരു ബേസിസ് ഈ ഈ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടേംസ് ലൈക്ക് കൺവെൻഷൻസ്, പ്രോട്ടോകോൾ, COPs, MOPs ഇങ്ങനെയുള്ള കുറെ ടേംസിന്റെ ബേസിസ് എന്ന് പറയുന്നത് 1969 ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട്, വിയന്ന കൺവെൻഷൻ. തിരിഞ്ഞു പോകരുത്, വിയന്ന കൺവെൻഷൻ 1989 ഉണ്ട്. വിയന്ന കൺവെൻഷൻ 1989 എന്ന് പറയുന്നത് ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓസോൺ ലെയർ വിയന്ന കൺവെൻഷൻ അത് 1989 ആണ്, വിച്ച് ഈസ് സംതിങ് ഡിഫറെന്റ്. ഇത് വിയന്ന കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ലോ. വിയന്ന കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോസ്, അത് എൻവയോൺമെന്റ് ആയാലും പൊളിറ്റിക്സ് ആയാലും എക്കണോമിക്സ് ആയാലും ലോസ് UN കീഴിൽ വരുന്ന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന ആ ഒരു ഇന്റർനാഷണൽ ബൗണ്ടറിയിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പ്രോട്ടോകോളും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിയന്ന കൺവെൻഷൻ 1969. ഈ ഒരു കൺവെൻഷന്റെ ബേസിസ് ഇതിനകത്ത് എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണോ കൺവെൻഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലനേഷൻസ് കംപ്ലീറ്റ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാക്കി വെച്ചേക്കാം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു കോമൺ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് ആ കോമൺ ആയിട്ടുള്ള കാര്യം മാത്രം പരീക്ഷയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. ഈവൻ അതുപോലും പരീക്ഷയ്ക്ക് വേണ്ട. നിങ്ങൾക്ക് ഒരു ടേം കാണുമ്പോൾ അതിന്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു അഡീഷണാലിറ്റിയാണ് ഞാൻ ഇവിടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം മനസ്സിലാക്കേണ്ട ടേം എന്ന് പറയുന്നത് കൺവെൻഷൻ ആണ്. എന്താണ് കൺവെൻഷൻ? നമ്മൾ വിയന്ന കൺവെൻഷൻ പറയാറുണ്ട്,
UNFCCC അതിനകത്തൊരു കൺവെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ CBD UNCBD അതിനകത്തൊരു കൺവെൻഷൻ ഉണ്ട്, UNCCD അതിനകത്തൊരു കൺവെൻഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ, ഇവിടെ കൺവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും അതിൻ്റെ ബേസിക് സെൻസിൽ നിങ്ങൾ ഗ്രൂപ്പിംഗ് എന്ന് എടുത്താൽ മതി. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇന്റർനാഷണൽ ഇതുപോലുള്ള കൺവെൻഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗ്രൂപ്പിംഗ് അണ്ടർ ദി ഏജസ് ഓഫ് UN. അപ്പോൾ UN കീഴിൽ വരുന്ന ഒഫീഷ്യൽ ഗ്രൂപ്പിങ്ങിനെയാണ് യൂഷ്വലി നമ്മൾ കൺവെൻഷൻസ് എന്ന് വിളിക്കാറ്. കൺവെൻഷൻസ്. ഇതിൻ്റെ ഒരു കൺവെൻഷൻ എന്ന് നമുക്കൊന്ന് ബ്രോഡായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് കൺവെൻഷൻ എന്ന് പറയുന്നത്. വീഡിയോ ഓൺ ആണ്. ഓക്കെ. എന്തെങ്കിലും ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിങ്ങിനെയാണ്, ഒഫീഷ്യൽ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ കൺവെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പിംഗ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ UNFCCC, ഇതൊരു ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ ഒബ്ജക്റ്റീവ്, ഈ ഒരു കൺവെൻഷൻ എടുത്ത് കഴിഞ്ഞാൽ ആ കൺവെൻഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പ്രിവെന്റ് ചെയ്യുക. എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്. ഈ ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് യുഎന്നിന്റെ കീഴിൽ ഫോം ചെയ്തേക്കുന്ന കൺവെൻഷനാണ് UNFCCC അല്ലെങ്കിൽ UNCBD. എന്ന് പറയുമ്പോൾ കൺവെൻഷൻ ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു ഗ്രൂപ്പിങ്ങിനെയാണ് UNCBD എന്ന് വിളിക്കുന്നത്. UNCCD, ഫ്രെയിംവർക്ക് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം, അതാണ് അതിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്. ആ ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിങ്ങിനെയാണ് UNCCD അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷൻ ഓൺ കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അല്ലെങ്കിൽ വിയന്ന കൺവെൻഷൻ ഓൺ 1989. അപ്പോൾ ആ വിയന്ന കൺവെൻഷൻ ഒബ്ജക്റ്റീവ് അറിയാം, ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ, അതാണ് അതിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്. ആ ബ്രോഡ് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന കൺട്രീസ് എല്ലാം കൂടെ ഒഫീഷ്യലി യുഎന്നിന്റെ കീഴിൽ ഒത്തുചേരുന്ന ഗ്രൂപ്പിങ്ങിനെയാണ് കൺവെൻഷൻ വിളിക്കുന്നത്. അപ്പോൾ കൺവെൻഷന്റെ മീനിങ് മനസ്സിലായല്ലോ. ഇതാണ് ഏറ്റവും ബ്രോഡായിട്ട് ഈ കൺവെൻഷൻ വിളിക്കുന്നത്. ഇതേപോലെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, ബേസൽ കൺവെൻഷൻ, റോട്ടർഡാം കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ്, ഇങ്ങനെ പല കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ കൺവെൻഷൻ അർത്ഥം മനസ്സിലായല്ലോ, ക്ലിയർ ആണോ? ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെന്നുള്ളതുപോലെ വായിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺവെൻഷൻ ഈ സിനോണിമസ് വിത്ത് ജനറിക് ടേം ട്രീറ്റി എന്നൊക്കെ നമുക്ക് അതിനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇവിടെ കൺവെൻഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈമായിട്ട് മാത്രം വെച്ചാൽ മതി. ഇവിടെ കൺവെൻഷൻസ് ആർ നോർമലി ഓപ്പൺ ഫോർ പാർട്ടിസിപ്പേഷൻ ബൈ ഇന്റർനൽ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഓർ എ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. യൂഷ്വലി ഇൻസ്ട്രുമെന്റ് നെഗോഷിയേറ്റ് അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആർ എൻടൈറ്റിൽഡ് ആസ് കൺവെൻഷൻ. കുറേ കൺവെൻഷനുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കൺവെൻഷൻസ് കൊടുത്തു, ഈ പറഞ്ഞ കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് പ്രോട്ടോകോൾ എന്താണെന്നുള്ളതാണ്. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അംബ്രല്ല കൺവെൻഷന് കീഴിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോകോൾ കംസ് അണ്ടർ ആൻ അംബ്രല്ല കൺവെൻഷൻ. പ്രോട്ടോകോൾ കംസ് അണ്ടർ ആൻ അംബ്രല്ല കൺവെൻഷൻ. ഇപ്പൊ നമ്മുടെ ബ്രോഡ് ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ നമുക്കൊന്ന് അതിനൊന്ന് ഈസി ആയിട്ടൊന്ന് പറയാനായിട്ട് മനസ്സിലാക്കാൻ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ബ്രോഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതാണ് കൺവെൻഷൻ. ആ ഒബ്ജക്റ്റീവ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഹൗ ടു ഇംപ്ലിമെന്റ്, വാട്ട് ആർ ദ ഡീറ്റെയിൽസ്, വാട്ട് ആർ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്നുള്ള കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെപ്സും ആക്ഷൻസും ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിയന്ന കൺവെൻഷൻ ഉണ്ട്, അതിന്റെ കീഴിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്. വിയന്ന കൺവെൻഷന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓസോൺ ലെയറിന്റെ കൺസർവേഷൻ ആണ്. എങ്ങനെ കൺസർവ് ചെയ്യാം, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സറിൽ കൂടി നമ്മൾ കടന്നു പോകണം, ആരൊക്കെ ഇതിനകത്ത് പാർട്ടീസ് ആയിരിക്കണം, ഓരോ ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. UNFCCC, നമ്മൾ UNFCCC പറയുകയാണ്. ഫ്രെയിംവർക്ക് കൺവെൻഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യുക. എങ്ങനെ ഫൈറ്റ് ചെയ്യണം, ഓരോ ആൾക്കാരുടെയും ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിനകത്തുള്ള ഈ കൺവെൻഷനകത്തുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്.
ഇതേപോലെ നമ്മൾ UNCBD എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ കാർട്ടജീന പ്രോട്ടോകോൾ ഉണ്ട്, അല്ലെങ്കിൽ നഗോയ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ കൺവെൻഷൻ്റെ കീഴിൽ ജനറലി ഒരു പ്രോട്ടോകോൾ വരും. ഓക്കെ, എല്ലാ കൺവെൻഷനകത്തും പ്രോട്ടോകോൾ വരണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ കൺവെൻഷനകത്ത് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. യൂഷ്വലി എൻവയോൺമെന്റ് കൺസർവേഷൻ എല്ലാം ഫോളോ ചെയ്യുന്നത് ഒരു കൺവെൻഷൻ പ്രോട്ടോകോൾ ഫ്രെയിംവർക്കാണ്. യൂഷ്വലി ജനറലി എൻവയോൺമെന്റിൽ ജനറലി എല്ലാ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സും ഫോളോ ചെയ്തൊരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കൺവെൻഷൻ പ്രോട്ടോകോൾ ഫ്രെയിംവർക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അംബ്രല്ല കൺവെൻഷൻ വിച്ച് സെറ്റ്സ് ജനറൽ പ്രിൻസിപ്പിൾ, മോസ്റ്റ് ഫണ്ടമെന്റൽ റൂൾസ് ആയിരിക്കും, ഓഫ് ജനറൽ ക്യാരക്ടർ ആയിരിക്കും കൺവെൻഷൻസ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊസീജിയറൽ, അതിന്റെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഈ സബ്സീക്വൻ്റ്ലി ഇലാബറേറ്റ് ചെയ്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റാണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്, വിത്ത് സ്പെസിഫിക് ഒബ്ലിഗേഷൻ, റൂൾസ്, ഇതൊക്കെയാണ് പ്രോട്ടോകോളിനകത്ത് വരുന്നത്. ഇതാണ് ഫ്രെയിംവർക്ക് പ്രോട്ടോകോൾ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ആൾക്കാരുടെയും പ്രോട്ടോകോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണുള്ളത്. ജസ്റ്റ് ഇത് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രോട്ടോകോൾ ഈസ് എ സബ്സെറ്റ് ഓഫ് കൺവെൻഷൻ എന്ന് പറയാമോ? സബ്സെറ്റ് എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ സബ്സെറ്റ് എന്നൊരു ടേം തെറ്റാണ്. എല്ലാ കൺവെൻഷനും പ്രോട്ടോകോൾ ഉണ്ടാവണം നിർബന്ധമില്ല. ജനറലി ഒരു പ്രോട്ടോകോൾ ഒരു കൺവെൻഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒബ്ജക്റ്റീവിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിനാണ് പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ക്ലിയർ? ഓക്കെ. ദെൻ ഇനി മനസ്സിലാക്കേണ്ടത് കുറച്ച് ടേംസ് ആണ്. അപ്പൊ ടേംസ് ജനറലി ഇങ്ങനെ ഒരു ആരോ മാർക്കിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഒരു മൾട്ടിലാറ്ററൽ എൻവയോൺമെന്റൽ എഗ്രിമെന്റ് എങ്ങനെയാണ് ഒരു കൺട്രി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയും. പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ പഠിക്കണമെന്നില്ല. പലപ്പോഴും നിങ്ങൾ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അരീനയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഇന്ത്യ ആ ഒരു കൺട്രി ഇത് അഡോപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ കൺട്രി ഇന്ത്യ അതിനകത്ത് സിഗ്നേറ്ററി ആയി. ഇന്ത്യ അതിനകത്ത് സിഗ്നേറ്ററി ആണ്, പക്ഷെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇന്ത്യ റാറ്റിഫൈ ചെയ്തു, പക്ഷേ ഇതുവരെ എൻട്രി ഇൻ ടു ഫോഴ്സ് ആയിട്ടില്ല. ഇന്ത്യ പിന്നീട് അതിനകത്തേക്ക് എൻറോൾ ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ വേറൊരു ടേം കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഒരു സെക്കൻഡ്, ആ ടേം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാറുണ്ട്, ആ ഒരു ട്രീറ്റിലേക്ക് അസെൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ പല പല ടേംസ് കേൾക്കാറുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ ആക്കി തോന്നിയിട്ടില്ലേ? പല പല ടേമുകളും അഡോപ്റ്റ് ചെയ്തു, സൈൻ ചെയ്തു, റാറ്റിഫൈ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, അസെൻഡ് ചെയ്തു, ഇങ്ങനെ പല ടേമുകളും ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അഗ്രിമെന്റ്സിൽ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റെപ്പുകളെല്ലാം വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസ് 1969 ഇതിന്റെ കീഴിലാണ് ഈ ഒരു ടേമുകളെല്ലാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഓരോ ടേം മീൻ ചെയ്യുന്നത്, ഓരോന്നിനായിട്ടുള്ള മീനിങ് ഉണ്ട്. എല്ലാം നമുക്ക് പലപ്പോഴും നമ്മൾ ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും, ഇത് ഓരോന്ന് മീൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. മീൻ ചെയ്യുന്ന ഇത്രയുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു 4 സ്റ്റെപ്പ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു വിയന്ന കൺവെൻഷനിലേക്ക് വന്നു. വിയന്ന കൺവെൻഷനകത്ത് ഇന്ത്യ പങ്കെടുത്തു. വിയന്ന കൺവെൻഷൻ ഓസോൺ ലെയർ കൺസർവ് ചെയ്യാനുള്ള പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തു. തീരുമാനം എടുത്തിട്ട് നമ്മളൊരു ഒരു ട്രീറ്റി, ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോം ചെയ്തു. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഫോം ചെയ്തു. ഇനി ഇതിനകത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു കൺട്രിക്ക് ഈ പ്രോട്ടോകോള് സ്വീകരിക്കണോ വേണ്ടേ, എനിക്ക് ഈ പ്രോട്ടോകോള് ഫോളോ ചെയ്യുന്നതിന് സമ്മതമാണോ അല്ലയോ? ഓക്കെ, എനിക്ക് സമ്മതമാണ്. സമ്മതമായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ പ്രോട്ടോകോളിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ഒരു അഡോപ്ഷൻ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത്, ശരി ഞാൻ ഈ പ്രോട്ടോകോൾ സമ്മതിച്ചു. ഇതിനകത്തുള്ള ടേംസ് നമ്മൾ ഒരുപാട് ഡിസ്കഷന് ശേഷമാണ് ഈ ഒരു പ്രോട്ടോകോളിനകത്തുള്ള ഓരോരോ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സമ്മതിച്ചിരിക്കുന്നത്, ഫൈനലി ഡ്രാഫ്റ്റ് ചെയ്തത്. ഇത് ഓക്കെ, ഇത് ഞാൻ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ, ഒരു കൺസെൻസസ് ഉണ്ടായി എന്നുള്ളതാണ് അഡോപ്ഷൻ്റെ മീനിങ്. കൺട്രീസിൻ്റെ ഇടയ്ക്ക് ഒരു കൺസെൻസസ് ഉണ്ടായി. മനസ്സിലായല്ലോ? ഇനി ആ അഡോപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയത്, കൺസെൻസസ് ഉണ്ടായി, സമ്മതിച്ചു. ഇനി കൺസെൻസസ് ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ട്രീറ്റി നടപ്പിലാക്കണം, അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോള് എല്ലാ കൺട്രീസിലും നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 180 കൺട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 160 കൺട്രി എങ്കിലും ഇതിനകത്ത് സിഗ്നേറ്ററീസ് ആയിരിക്കണം.
ഓക്കെ, ഇത് നടപ്പിലാക്കാൻ ഞങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് മോഡൽ പ്രോട്ടോകോൾ പറയുന്ന അനുസരിച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഓരോരോ സ്റ്റെപ്സ് നടപ്പിലാക്കാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് ഒബേ ചെയ്യാനും, ഇനി ഒബേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒപ്പിടണം. അതാ പേര് തന്നെ ഉണ്ട്, സിഗ്നേറ്ററി. സിഗ്നേറ്ററി. അപ്പൊ സിഗ്നേച്ചർ, ഞാൻ ഈ ഒരു എഗ്രിമെന്റിനകത്ത് സിഗ്നേറ്ററി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഞാനിത് ആദ്യം അഡോപ്റ്റ് ചെയ്തു, ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളതിന് ഒരു ഒപ്പിട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് വാട്ട് സിഗ്നേറ്ററി ആവുക. ഒരു എഗ്രിമെന്റ് അത് ഞാൻ സിഗ്നേറ്ററി ആയി. ഇനി സിഗ്നേറ്ററി ആയി എന്ന് പറഞ്ഞിട്ട് ഉടനെ നമുക്ക് ആ ഡോക്യുമെന്റിനകത്തുള്ള എല്ലാ പ്രൊവിഷൻസും ആ കൺട്രിക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോളിന് അകത്ത് ഇന്ത്യ സിഗ്നേറ്ററി ആയി. അപ്പോൾ ആ മോൺട്രിയൽ പ്രോട്ടോകോളിനകത്ത് പറയുകയാണ് ഇന്ന ഇന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷൻ ഒരു രാജ്യത്ത് നിരോധിക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇന്ന ഇന്ന കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഞാൻ വേറൊരു കൺട്രി ഇന്ത്യയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ കുറെ പ്രൊവിഷൻസ് ഒരു ഡോക്യുമെന്റിനകത്ത് ഉണ്ടാവില്ലേ? ഈ പ്രൊവിഷൻസ് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്, സൈൻ ചെയ്യുന്നത് മിക്കപ്പോഴും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ആരാണോ ആ ഒരു എൻവയോൺമെന്റിൽ ആ ഒരു കൺവെൻഷനിൽ പങ്കെടുത്ത ആള്, ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആരാണോ അയാളായിരിക്കും സൈൻ ചെയ്യുന്നത്. അയാൾ സൈൻ ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ ഇവിടെ പോയി സൈൻ ചെയ്തിട്ടുണ്ട്, നാളെ തൊട്ട് ഇതെല്ലാം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അവിടെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്, റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്. റാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് റാറ്റിഫിക്കേഷൻ ഉണ്ട്: ഡൊമസ്റ്റിക് റാറ്റിഫിക്കേഷനും ഇന്റർനാഷണൽ റാറ്റിഫിക്കേഷൻ. ഡൊമസ്റ്റിക് റാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിനകത്തുള്ള പ്രൊവിഷൻസ് ഇന്ത്യക്കകത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇന്ത്യൻ ലോസ്, ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ചില നിയമങ്ങൾ അവിടെ ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ എംപ്ലിഫിക്കേഷൻ വരുത്തേണ്ടി വരും. ആലോചിച്ചു, അങ്ങനെ ഒരു സിനാറിയോ വരില്ലേ? ഇന്ന ആളുടെ ഇല്ലെങ്കിൽ ഇന്ന കെമിക്കൽ കമ്പൗണ്ട് പ്രൊഡക്ഷൻ നിർത്തണം, അല്ലെങ്കിൽ ഇതിന് പകരം ഇത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൺട്രിയുടെ ഡൊമസ്റ്റിക് ലോസിലും ഡൊമസ്റ്റിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ചില മാറ്റങ്ങൾ വരുത്തണ്ടേ? അപ്പൊ ആ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒരു കൺട്രി തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കൺട്രി ആ മാറ്റങ്ങൾ വരുത്താണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡൊമസ്റ്റിക് റാറ്റിഫിക്കേഷൻ. ഇനി അതേപോലെ ഒരു ഇന്റർനാഷണൽ പാർട്ണർഷിപ്പ് വേണം. ഇപ്പൊ ഇന്ത്യ എൻവയോൺമെന്റൽ ട്രീറ്റിയിൽ സൈൻ ചെയ്തു, അതേപോലെ വേറൊരു കൺട്രി എൻവയോൺമെന്റൽ ട്രീറ്റിയിൽ സൈൻ ചെയ്തു. അപ്പൊ ചില രണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ തന്നെ സൈൻ ചെയ്തിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടിലും വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ലോകത്തുള്ള ട്രേഡിനെ മൊത്തത്തിൽ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ് ചെയ്താണ് WTO അല്ലേ? WTOയുടെ ചില ട്രേഡ് ക്ലോസസിലൊക്കെ ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തേണ്ടി വരും. ഒന്നിനെ റീപ്ലേസ് ചെയ്ത് അടുത്തിലേക്ക് വരാനും ഒരു വേറൊരു സാധനത്തിന് പ്രിഫർ ചെയ്യാനും ഒക്കെ പല ക്ലോസസും WTOയിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പം നമുക്ക് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതുകൂടി ക്ലിയർ ആകുമ്പോഴാണ് ഇന്റർനാഷണൽ റാറ്റിഫിക്കേഷൻ വിളിക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഡൊമസ്റ്റിക് റാറ്റിഫിക്കേഷൻ എന്താണ്, ഇന്റർനാഷണൽ റാറ്റിഫിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഈ ഡൊമസ്റ്റിക് റാറ്റിഫിക്കേഷന് ഇന്റർനാഷണൽ റാറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു എഗ്രിമെന്റ് നമുക്ക് എൻട്രി ഇൻറ്റു കെയിം ഇൻറ്റു ഫോഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിരിക്കും ഇത്ര കൺട്രീസ് ഉണ്ട്, 180 കൺട്രീസ് ഇത് അഡോപ്റ്റ് ചെയ്യണം. അതൊന്നാമത്തെ സ്റ്റെപ്പ്. ഈ 180 കൺട്രീസിൽ മിനിമം 160 കൺട്രീസ് എങ്കിലും ഇതിന് എന്ത് ചെയ്യണം? സിഗ്നേറ്ററി ആയിരിക്കണം. ഇനി ഈ 160 കൺട്രീസിൽ മിനിമം ഒരു 70 അല്ലെങ്കിൽ 80 കൺട്രീസ് റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ലോകം മൊത്തത്തിൽ നിലവിൽ വന്നു എന്നുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ഇന്ത്യ റാറ്റിഫൈ ചെയ്തു, US റാറ്റിഫൈ ചെയ്തു, അങ്ങനെ ഓരോരോ കൺട്രീസും റാറ്റിഫൈ ചെയ്ത് ഒരു മിനിമം നമ്പർ ഓഫ് കൺട്രീസ്, അതാ ഡോക്യുമെന്റിനകത്ത് പറഞ്ഞിരിക്കും ഇത്ര ആൾക്കാരെങ്കിലും മിനിമം റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എൻട്രി ഇൻറ്റു ഫോഴ്സ്. റാറ്റിഫിക്കേഷനും കഴിഞ്ഞിട്ട് ഇനി ഇത് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളത്. ക്ലിയർ? ഈ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എൻട്രി ഇൻറ്റു ഫോഴ്സ് വരുമ്പോഴാണ് ഇന്റർനാഷണൽ കോർപ്പറേഷൻസ്, ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ഇതെല്ലാം ഓരോ കൺട്രിയുടെ മേലിലും വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് യൂഷ്വലി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ കേട്ടത് ഞാൻ ഇവിടെ റാറ്റിഫിക്കേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റെഫർ. ഞാനത് ഇവിടെ ക്ലാസ്സിൽ വായിക്കുന്നില്ല. എന്താണ് റാറ്റിഫിക്കേഷൻ എന്നുള്ളതൊക്കെ ഞാൻ ആ ലോ സ്യൂട്ട് നോക്കിയിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് വേണ്ട പോർഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വായിച്ചോ. എന്നിട്ട് ഇവിടെ എടുത്ത് വച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ നോട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് വായിച്ചാൽ മതി. അടുത്ത കാര്യം, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാനിത് ഇനി ഇത് നേരത്തെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ പ്രോട്ടോകോൾ സ്റ്റൈൽ
ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. ഇത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും എന്നാന്നുള്ളത്. ഓക്കെ. എമംഗ് ദ മേജർ അത് ഷോർട്ട് കമ്മിങ്സ് ഒക്കെ പറയുന്നത് ഈ കൺവെൻഷൻ പ്രോട്ടോകോൾ അപ്രോച്ചിന്റെ ഒരു മേജർ ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് നടപ്പിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. ഇല്ലേ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുന്നില്ലേ, ഇതേപോലെ ഒരു സ്റ്റെപ്പ് അഡോപ്ഷൻ, സിഗ്നേച്ചർ, റാറ്റിഫിക്കേഷൻ, എൻഡ് പ്രോസസ് വരുമ്പോഴത്തേക്ക് മിക്കവാറും 3-4 വർഷം എടുക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1992-ലാണ് UNFCCC എന്ന് പറയുന്ന കൺവെൻഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ കൺവെൻഷൻ ഫോം ചെയ്ത് അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടാനായിട്ട് 1995 വരെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഈ 3 വർഷം വേണം കൺട്രീസ് ഇതെല്ലാം ഒന്ന് അവരുടെ രാജ്യത്ത് എല്ലാം ചെയ്ത് മിനിമം 3 വർഷമെങ്കിലും എടുത്തു എല്ലാം ഒന്ന് ശരിയാക്കി വരാനായിട്ട്. അതേപോലെ 1997-ലാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഐഡിയ ഫോം ചെയ്യുന്നത്. എന്താണെന്നൊക്കെ പിന്നീട് പറയാം. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് 2008-ആയി. കാരണം എല്ലാ കൺട്രീസും അഡോപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് റാറ്റിഫൈ ചെയ്ത് വരണ്ടേ. അപ്പൊ അതാണ് ഈ ഫ്രെയിംവർക്ക് കൺവെൻഷൻ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, ലെങ്തി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് നോൺ കംപ്ലൈൻസ്. ഇത് പലപ്പോഴും എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ട് അത് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമ്മളൊരു ഇന്റർനാഷണൽ എൻവയോൺമെന്റ് എഗ്രിമെന്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു കൺസെൻസസ് ബേസിലാണ്, ഒരു ഒബ്ലിഗേഷൻ ബേസിസിലാണ്. നമ്മളും കൂടി ഇത് ചെയ്തു, അതുകൊണ്ട് നമ്മൾക്കും ഇത് ഉത്തരവാദിത്വം ഉണ്ട്. അല്ലെ, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രം അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമല്ല. ഈ ചൈന ഇഷ്ടം പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടാക്കിയിട്ട് ചൈനയിൽ ഓരോ വീട്ടിലും AC വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇത് ഭാവിയിൽ ആരെയും കൂടി അഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ്, ചൈനയെ കൂടി അഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അല്ലെ, US ഒരറ്റത്തിരുന്നിട്ട് ഞങ്ങൾ റിച്ചാണ്, ഞങ്ങൾക്ക് പ്രശ്നം വരില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഡ്രൗട്ടും ഫ്ലഡും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നെല്ലിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ എല്ലാ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ട്രീറ്റീസും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കൺസെൻസസിന്റെ ഒരു ട്രസ്റ്റിന്റെ ബേസിസിലാണ്. ബട്ട് സ്റ്റിൽ കുറെ ആൾക്കാർ ഇപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ റീസൺസ് കാരണം, എക്കണോമിക് റീസൺസ് കാരണം, അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻസിന്റെ ഡിഫറൻസ് കാരണം പലപ്പോഴും സൈൻ ചെയ്തിട്ട് അത് കംപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലേക്ക് എത്താറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ട്രീറ്റി ഒപ്പിടുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ട്രീറ്റി ഉണ്ട്, ഇതൊരു ബൈൻഡിങ് ട്രീറ്റിയാണ്, ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അനുസരിച്ചേ പറ്റത്തുള്ളൂ. ചിലതെന്ന് പറയുന്നത് വോളണ്ടറി ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നോൺ ബൈൻഡിങ് ആണ്. നോൺ ബൈൻഡിങ് ആണ്. നോൺ ബൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റീസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ ബൈൻഡിങ് ആയി, അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ചില പ്രൊവിഷൻസ് ബൈൻഡിങ് ആണ്. ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റീസ് സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സൈൻ ചെയ്തിട്ട് പിന്നീട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നോൺ കംപ്ലൈൻസ് ആണെങ്കിൽ എന്ത് പറ്റും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നൺ ഓഫ് ദി ഇന്റർനാഷണൽ സോറി നൺ ഓഫ് ദി none of the international agreements overpowers domestic rules and regulations. അതാദ്യം മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റും, എസ്പെഷ്യലി എൻവയോൺമെന്റ് എഗ്രിമെന്റും, ഡൊമസ്റ്റിക്കലി ഉള്ള റൂൾസിനെയോ റെഗുലേഷനെയോ ഒരിക്കലും ഒരു കൺട്രിയിൽ അത് ഓവർ പവർ ചെയ്യില്ല. ഇന്ത്യയിൽ സേ ഫോർ എക്സാമ്പിൾ ബയോഡൈവേഴ്സിറ്റി, ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, കാർട്ടേജിന പ്രോട്ടോകോൾ. അതിനകത്ത് ചില പ്രൊവിഷൻസ് പറയുന്നത് ഇന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തിരിക്കണം. ഇതേ ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കകത്ത് ഒരു ആക്ട് ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട്, അതിനകത്തും പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ അതോറിറ്റീസ് ഉണ്ട്. ആ അതോറിറ്റീസ് തന്നെയായിരിക്കും എപ്പോഴും അപ്പെക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അവർക്ക് ശേഷം മാത്രമേ ആര് വരത്തുള്ളൂ, ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും അതിന്റെ പ്രൊവിഷൻസും വരത്തുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലായോ? അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നുള്ളതാണ്. അപ്പൊ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഓരോരോ ട്രീറ്റി അനുസരിച്ച് മാറി മാറി വരും. ഓരോ ട്രീറ്റിയും കൺവെൻഷനും ഒക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ കംപ്ലൈൻസ്, നോൺ കംപ്ലൈൻസ് പ്രൊവിഷൻസ് മാറി മാറി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ കൺവെൻഷൻ അല്ലെങ്കിൽ പ്രോട്ടോകോളിനും ഒരു ഏകദേശ ഫ്രെയിംവർക്ക് ഉണ്ട്, ഒരു ജനറൽ ഫ്രെയിംവർക്ക് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ UNFCCC എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. UNFCCCയിൽ നോൺ കംപ്ലൈൻസ്, ഒരു കൺട്രി നോൺ കംപ്ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉള്ളതിന് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു കൺട്രി കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
അതിനെ കംപ്ലൈ ചെയ്യിക്കാനായിട്ട്, ഫോളോ ചെയ്യിക്കാനായിട്ട് ഒരു കംപ്ലയൻസ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ, പാരീസ് അഗ്രിമെന്റിലേക്ക് നമ്മൾ പിന്നീട് വരാം. പാരീസ് അഗ്രിമെന്റിന് ആർട്ടിക്കിൾ 15 ഒരു കാര്യം പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണവശാല് ആ കൺട്രിക്ക് അവരുടെ പ്ലെഡ്ജ്, അവര് പാരീസ് ക്ലൈമറ്റ് ട്രീറ്റിൽ വന്ന് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന ആ പ്ലെഡ്ജ് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അതിന് കംപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതിനുള്ള മെക്കാനിസംസ് പാരീസ് അഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെസിലിറ്റേറ്റീവ് റോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി രണ്ടാമതെന്ന് പറയുന്നത് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഫെസിലിറ്റേറ്റ് ചെയ്ത് നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് ഒബ്ലിഗേഷൻ ഉണ്ട്. റിപ്പോർട്ടിംഗ് ഒബ്ലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ആനുവലി റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 12 ഓഫ് UNFCCC അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. ഓരോ വർഷവും നിങ്ങൾ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് UNFCCക്കുള്ളിൽ അറിയിക്കണം. അത് അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ UNFCCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇന്ത്യ ഇത്രയും ചെയ്തു, ഇന്ത്യ ഇത്രയും ഫിനിഷ് ചെയ്തു, ഇനി ഇത്രയും ചെയ്യാനുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്യാത്ത സ്ഥിതിക്ക് ഇന്ത്യക്ക് ചെറിയൊരു പെനാൽറ്റി കൊടുക്കാം. എന്തായിരിക്കും ആ പെനാൽറ്റി? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ് ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്രാൻഡ് ഇന്ത്യക്ക് കിട്ടേണ്ടതായിട്ട് വരും. ഇത്ര ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ചിലപ്പോൾ ഒരു സോഫ്റ്റ് ലോൺ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് തന്നേന്. സിൻസ് ഇന്ത്യക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞ് ഈ വർഷം നിങ്ങൾക്ക് ഇന്ത്യക്ക് ആ ഗ്രാൻഡ് കിട്ടത്തില്ല. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ, ഇപ്പൊ ഇന്ത്യ 100 ടണ്ണ് കുറയ്ക്കണം, ഇന്ത്യ 120 ടണ്ണ് കുറച്ചു, നോക്കിയപ്പോൾ ഇന്ത്യ അഡീഷണലി 20 ടണ്ണ് കുറച്ചു. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യക്ക് ആ 20 ടണ്ണിന് ഇൻസെന്റിവൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് ഒരു 20 ടണ്ണിന് ഇക്വലന്റ് ആയിട്ടുള്ള മോണിറ്ററി ടേംസിലുള്ള ഗ്രാൻഡ് ഇന്ത്യക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫർ കൊടുക്കും. കാർബൺ ക്രെഡിറ്റിലേക്ക് പിന്നീട് വരാൻ ഞാൻ അതിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ സിമ്പിൾ ആക്കി വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് പീനലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസെന്റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് ഒബ്ലിഗേഷൻസ് പാലിച്ചിരിക്കണം. ഈ റിപ്പോർട്ടിംഗ് ഒബ്ലിഗേഷൻസ് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇത് പലപ്പോഴും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമത്തിലേക്കായിരിക്കും ചെയ്യുന്നത്, പബ്ലിക് ഫോറത്തിലേക്കായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടേം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റീസെന്റ് എൻവയോൺമെന്റ് കറണ്ട് അഫയേഴ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ഒബ്ലിഗേഷൻ ഒരു കൺട്രിക്ക് ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺട്രീസ് തമ്മിൽ ഈ ഇന്റർനാഷണൽ ഒരു അഗ്രിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണ്. ഇപ്പൊ ഇന്ത്യയും US തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും വേറെ ഏതെങ്കിലും കൺട്രിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 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 പ്രൊവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു ഡിസ്പ്യൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വഴി എന്ന് പറയുന്നത് ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യും? ICJ പോലുള്ള ഇത് യുഎന്നിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്, UNFCCയുടെ ആ ഒരു ഡോക്യുമെന്റിനകത്ത് പറയുന്നുണ്ട്, ഇന്ന കൺട്രീസ് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പരിഹരിക്കാം എന്നുള്ളത് ഈ ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെയാണ് ഈ നോൺ കംപ്ലൈൻസിനകത്ത് ഉള്ളത്, അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ താഴെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദർ ഈസ് ജനറലി നോ ക്ലിയർ ബൈൻഡിങ് മീൻസ് ഓഫ് ഇന്റർനാഷണൽ എൻഫോഴ്സ്മെന്റ് മൾട്ടിലാറ്ററൽ എൻവയോൺമെന്റ് അഗ്രിമെന്റ്സ്. However, some parties may use trade facilitation or devices to influence compliance with instruments, such as eligibility criteria for participating in the trading mechanisms of the Kyoto Protocol and the trade measures of the Montreal Protocol or CITES. അതായത് നിങ്ങൾ കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മ്യൂച്വലി നടത്തേണ്ടത് ചില ട്രേഡൊന്നും നടത്തില്ല. അതെന്താണെന്നുള്ളത് ഞാൻ ക്യോട്ടോയൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? ഇതാണ് നോൺ കംപ്ലൈൻസ് എന്ന് പറയുന്നത്. ശരി, ഇതാണ് നിങ്ങൾ ഈ ട്രീറ്റിന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ഈ ഒരു എൻവയോൺമെന്റൽ എഗ്രിമെന്റ് ഇതെങ്ങനെ, ഈ ഒരു ഇംപ്ലിമെന്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു UNFCCC എന്ന് പറയുന്നത് വളരെ അംബീഷ്യസ് ഉള്ള ഒരു ടാർഗറ്റ് ആണ്. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ റിഡക്ഷൻ ആണ്. അപ്പോൾ ആ റിഡക്ഷൻ എങ്ങനെ സാധ്യമാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ സ്ഥിരം COP എന്നൊക്കെ പറയാറുണ്ട്, സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ആക്ച്വലി ഈ COP? ഇത് ബേസിക്കലി ഒരു പെർസെപ്ഷനാണ്, പെർസെപ്ഷൻ ഡിഫറൻസ് മാത്രമാണ്. ഇതെല്ലാം നടപ്പിലാക്കുന്നത് ആരാണ്? ഇൻഡിവിജ്വൽ കൺട്രീസ് ആണ്. ഈ ഇൻഡിവിജ്വൽ കൺട്രീസ് എന്ന് പറയുന്നത് ഏത് പെർസ്പെക്റ്റീവിൽ മാത്രമാണ്? ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് നമുക്ക് കൺട്രീനെ വിളിക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഓരോരോ നാഷണൽ ലെവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഓസ്ട്രേലിയ ഉണ്ടാവും, കാനഡ ഉണ്ടാവും, US ഉണ്ടാവും, പാകിസ്ഥാൻ ഉണ്ടാവും. ഇതെല്ലാം നാഷണൽ ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓരോ സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റുകളെല്ലാം കൂടി ഒരു ഇന്റർനാഷണൽ ഒബ്ലിഗേഷന് വേണ്ടിയിട്ട് ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടുമ്പോൾ ആ ഒരു ഹോൾ ബോഡി, ആ കൺവെൻഷനകത്ത് ഉള്ള ആ ഒരു ഹോൾ ബോഡി, ആ ഒരു മീറ്റിംഗ് സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് COP, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഓക്കെ, ഇതിന് ചിലപ്പോൾ പല പല പേരിലും വിളിക്കാറുണ്ട്. MOP എന്ന് വിളിക്കാറുണ്ട്, മീറ്റിംഗ് ഓഫ് പാർട്ടീസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇന്റർനാഷണലി അവർ ആ ഒത്തുകൂടുമ്പോൾ അതിനകത്തുള്ള കോൺഫറൻസിന് വിളിക്കുന്ന പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഫോർ എക്സാമ്പിൾ, 1994 1992 ഫോം ചെയ്ത UNFCCC ആദ്യമായിട്ടൊരു COP കൂടിയത് 1995 അതാണ് COP 1. ഈ കൺട്രീസ് എല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നത് 1995 ആദ്യമായിട്ട്. പിന്നെ വർഷം ഇത് 1996 തൊട്ട് അങ്ങോട്ട് തുടങ്ങി 2024 വരെ 23 വരെ നടന്നു പോയിട്ടുണ്ട്. എല്ലാ കൺട്രീസും ഈ COPs അല്ലെങ്കിൽ MOPs എല്ലാ വർഷം കൂടുമ്പോൾ നടത്തണമെന്നില്ല. ചില ആൾക്കാർ വൺസ് ഇൻ ട്വൈസ് ഇയർ ആയിരിക്കും. ഇപ്പോൾ CCD, CBD ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 വർഷത്തിലാണ്, വൺസ് ഇൻ 2 ഇയേഴ്സ് ആയിരിക്കും COP കൂടുന്നത്. സൈറ്റ്സ് പോലുള്ള കൺട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൈറ്റ്സ് കൺവെൻഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺസ് ഇൻ 4 ഇയർ ആണ്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ആ ഒരു COP സ്റ്റേറ്റ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? അപ്പോൾ ആൾക്കാർ ഒരുമിച്ച് വന്ന് കൂടി ഒന്ന് സംസാരിച്ചാൽ മാത്രം മതിയോ? ഈ COPയിൽ എടുക്കുന്ന ഡിസിഷൻസ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം, പല ലെവലിലായിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം, ഫീഡ്ബാക്ക് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒത്തിരി സബ്സിഡറി ബോഡീസ് ഉണ്ടാവും. ഒരു COPക്കുള്ളിൽ ഒത്തിരി സബ്സിഡറി ബോഡീസ് ഉണ്ടാവും. പിന്നെ അതിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ പല പല UNFCCക്കകത്ത് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാവും, UNFCക്കകത്ത് സബ്സിഡറി ബോഡീസ് ഉണ്ടാവും, UNFCക്കകത്ത് COP ഉണ്ടാവും. ഉദാഹരണം നമ്മൾ UN എടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് COPക്ക് തുല്യമായിട്ട് UN-നകത്ത് ഒരു ഓർഗൻ ഉണ്ട്. UN-ന്റെ ഓർഗൻ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കുറേ ഓർഗൻസ് UN-ഉണ്ട്. COPക്ക് തുല്യമായിട്ട് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു ഓർഗൻ ഉണ്ട്. ഏതാണ് ഓർഗൻ? പറ്റും, നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. ജനറൽ അസംബ്ലി. നമുക്ക് അങ്ങനെ ഒരു ഇക്വലൻസ് എടുത്തൂടെ? COP പോലെ ഒരു ഇക്വലന്റ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. UN-നകത്ത് എല്ലാവരും ഒരുമിച്ച് വന്ന് കൂടുന്ന സ്ഥലമാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ആ ജനറൽ അസംബ്ലിക്കകത്ത് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജനറൽ അസംബ്ലിക്കകത്ത് മാത്രമായിട്ട്, അല്ലെങ്കിൽ ജനറൽ അസംബ്ലിക്ക് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ജനറൽ അസംബ്ലി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വേറൊരാളില്ലേ? ഇപ്പൊ സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലേ? അതേപോലെ അടുത്തൊരാളാണ് സെക്രട്ടേറിയറ്റ്. ആ സെക്യൂരിറ്റി കൗൺസിൽ നിൽക്കുന്നതിന് സെക്രട്ടേറിയറ്റ് എന്ന് പറയാം. അതേപോലെ ECOSOC, എക്കണോമിക് സോഷ്യൽ, അതേപോലെ സബ്സിഡറി ബോഡി. ഇങ്ങനെ അതിനകത്തുള്ളൊരു ഓർഗനൈസേഷൻ സെറ്റപ്പാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് വേറൊരു ഡയമെൻഷൻ. ഓക്കെ, ഇതേപോലെ ഇതിനെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കോൺഫറൻസ് ഓഫ് പാർട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് സെക്രട്ടേറിയറ്റ്, എന്താണ് സബ്സിഡറി ബോഡി എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് റെഫർ, നോട്ട് തരുമ്പോഴത്തേക്ക് വായിക്കാം. ക്ലിയർ? ശരി, അപ്പം ഇത്രയാണ് ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ഓരോ ട്രീറ്റിയിലൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റിലേഷൻ എന്താണ്. ഇപ്പം ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഞാൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ, COP എന്ന് പറയുമ്പോൾ, പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ, ബൈൻഡിങ് നോൺ ബൈൻഡിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. ഈ ഒരു ബേസിക് ആയിട്ട് ഉണ്ടായിരുന്നാൽ മതി. ക്ലിയർ ആണോ? ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. ഇത് മാത്രമായിട്ട് റെക്കോർഡിങ് ഇടാം. അപ്പോൾ ഇത് മാത്രം കാണുന്ന ആൾക്കാർ അത് കാണുകയും ചെയ്ത് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ബാക്കി കൺവെൻഷൻസ് തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഞാനൊന്ന് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ.